അഗസ്ത്യാർ കൂടത്തിൽ പോയപ്പം അവിടെ ചെറിയൊരു അനുഭവം അവർക്കുണ്ടായി. അഗസ്ത്യാർ കൂടത്തില്. അപ്പൊ അവിടെ നിന്ന് അവിടുത്തെ അനുഭവം മനസ്സിലാക്കി അഗസ്ത്യാർ ഈ വൈദ്യനായിട്ട് പോയപ്പോ അഗസ്ത്യാർ ഗുരുവായിട്ടാണ് ഈ ധ്യാനത്തിന് ഇരിക്കുന്നത്. ഗുരുവേ ശരണം. അപ്പൊ ആ അഗസ്ത്യാരെ ഫോട്ടോ വെച്ചാണ് ധ്യാനം ആയിരുന്നത്. അഗസ്ത്യാർ കൂടെ പോയപ്പം അവര് അഗസ്ത്യാരുടെ ക്ഷേത്രം ഷടാധാരം മൂലാധാര സാധിഷ്ഠാനം മണിപൂര അനാഗതം വിശുദ്ധി ആജ്ഞാ സഹസ്രാരം ജീവാത്മാവും പരമാത്മാവും. അപ്പം അതിൽ ജീവാത്മാവായിരിക്കുന്ന മനുഷ്യൻ പരമാത്മാവായിട്ട് ലയിക്കുക. അപ്പോൾ ശക്തി, അപ്പോൾ ആ ശക്തിയെക്കുറിച്ച് അറിയുന്നതിന് മനുഷ്യനെ പറ്റുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമുള്ളവർക്കൊക്കെ അത് അനുഭവയോഗ്യമാണ്. അത് പെട്ടെന്ന് ഒരാൾ പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമല്ല. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു വാർത്തയുടെ പിന്നാലെയാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളോടൊപ്പം ജീവിക്കുമ്പോഴും നമ്മളിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ചിലരെ കാണാൻ, നാം അവരെ കളിയാക്കുമ്പോഴും കളിയാക്കപ്പെട്ട മനസ്സില്ലാതെ നമ്മളോട് സംസാരിക്കുന്നവരെ കാണാൻ അതൊരു കൗതുകമാണ്. കൗതുകകരമായ കാഴ്ചകളാണ് മനസ്സിന് എന്നും സമാധാനം നൽകുക. അത് വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സാഫ്രോൺ മീഡിയയെ സംബന്ധിച്ച് ഒരു വിശ്വാസത്തോടും അസഹിഷ്ണുതയില്ല, വിശ്വാസമില്ലാത്തവരോടും അസഹിഷ്ണുതയില്ല. സ്നേഹം മാത്രം സംവദിക്കാൻ കഴിയട്ടെ ഈ മീഡിയയിലൂടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെറുപ്പത്തിലെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് ഓരോരുത്തരും സമാധി സ്ഥലങ്ങളിലും മരുത്തമല ആശ്രമം, ബോംബെ ആശ്രമം, ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ ചെന്ന് നോക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഓരോ കാര്യങ്ങളും പല പല സ്വാമികളുമായിട്ട് ഇടപെട്ട് അങ്ങനെയൊക്കെ അവര് എന്റെ കല്യാണത്തിന് മുമ്പേ അവരുടെ ജീവിതം അതായിരുന്നു. എങ്ങനെയാ നമ്മളെ കണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പൊ അതിനുശേഷം എവിടെ പോയി ഇരുന്നാലും ഒരു സാമ്പ്രാണിത്തിരിയും കത്തിച്ച്, ഈ ഭൂമി വാങ്ങിച്ചപ്പം ഒരു മാടം കെട്ടി ക്ഷീണം വരുമ്പോൾ ഒരു സാമ്പ്രാണിത്തിരിയും കത്തിച്ച് വെച്ചിട്ട് ധ്യാനം, എവിടെ ചെന്നാലും ധ്യാനം. അതേപോലെ ആറാള് മുടി താമസമല്ല, അവിടെയും എപ്പോഴും ഉച്ചയെ നോക്കൂല, ക്ഷീണം തീക്കുന്ന സാമ്പ്രാണിത്തിരിയും കത്തിച്ച് വെച്ച് കിടന്ന സാമ്പ്രാണിത്തിരി കത്തിച്ച് കിടന്ന് ധ്യാനമാണ്. നമുക്കൊന്നും കിടക്കണമെന്ന് അല്ല ധ്യാനം. ഇവിടെ 2 ഗുഹയുണ്ടായിരുന്നു. ഏത് 2 ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയെ കുറിച്ച് അമ്മ അന്നും പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ്? സിമെന്റിൽ തീർത്ത ഗുഹയാണോ അതെ കല്ലിലോ മണ്ണിലോ ഉള്ളതാണ്? അത് തറ ഊറ്റായിട്ട് ഗ്രാനൈറ്റ് ഇട്ടിട്ട് കല്ല് പാവ്യോ, ഗ്രാനൈറ്റ് കല്ല്, ഈ മാർബിളിന്റെ ആ കല്ല് പാവ്യോ അതാണ്. എന്നിട്ട് ആ ഗുഹ പൊളിച്ചു കളഞ്ഞ അത് മതിലിനകത്തായിപ്പോ. ഈ അമ്പലം വേണോന്ന് പറഞ്ഞല്ല. അമ്മ ഞാൻ ചോദിച്ചോട്ടെ, ഈ പിന്നെ ഈ ഗുഹ ഇരുന്ന സ്ഥലത്താണോ ഇപ്പൊ ശ്രീകോവിൽ പണിഞ്ഞിരിക്കുന്നത്? അതെ, ആ ഗുഹ സ്വല്പം മതിലിന്റെ സൈഡിലാണ് ഗുഹ വന്നത്. അമ്പലം ഇരുന്നിടത്ത് ഗുഹ ഇരുന്നപ്പം ഈ അമ്പലം വന്നിട്ടില്ല. അപ്പൊ ഈ ഇവിടെ പാടത്ത് വയലിനോട് ചേർന്ന് ഇത് ഗുഹ പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിന് ഗ്രാനൈറ്റ് ഇട്ട് അല്ലെ ചുടുകല്ല് വെച്ച് തറ ഗ്രാനൈറ്റും സൈഡില് ചുടുകല്ല് വെച്ചിട്ട് അകത്തൊരു അറ പോലെ ആക്കി. ഇങ്ങനെ കമാനം മരുത്തോമലയിലൊക്കെ കാണുന്ന ഗുഹ പോലെ ആക്കി. ആ വാതിലാണ് ആ കാണുന്നത് ക്ഷേത്രത്തിൽ ഇട്ടേക്കുന്നത്. ഒരു കൊച്ചു ക്ഷേത്രം. അത് ആ ഗുഹ പൊളിച്ച വാതിലാണ്. അത്ര വലുതായിട്ടാണ് ചെയ്തത്, ചെറുതല്ല. അല്ല, ഞങ്ങൾ ഇറങ്ങിയാലും പടിയിൽ ഇങ്ങനെ കുഴിയിലോട്ട് ഇറങ്ങും പോലെയാണ് ഇറങ്ങിയത്. പണ്ട് കാലത്ത് മൊബൈലും ക്യാമറയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ പടങ്ങളൊന്നും ലഭ്യമല്ല. പറയുന്നത് കേൾക്കാനേ പറ്റൂ. അവിടെ എത്ര പേർക്ക് നിൽക്കാനോ പറ്റും? അകത്ത് ഒരാളുടെ ഇരിക്കാം, നല്ലതുപോലെ ഇരിക്കാം. 3 കിടക്കാം. പക്ഷെ 3 കിടക്കാം. ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരു ജോലിയായിട്ട് ചെയ്യുമ്പോ. ഭൂമിക്ക് താഴേക്ക് നമ്മൾ പോവുകയാണ്, പാതാള ഗുഹ പോലെ. അത്ര ഒന്നുമില്ല, അതിൽ നിന്നാ തല തട്ടൂല, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അതില് വാതില് ജനലൊന്നുമില്ല. വാതില് കയറുന്ന വാതില് ചെറിയൊരു റൗണ്ട് ഹോള് പോലെ, ഒരു ചെറിയൊരു അടച്ചു കഴിഞ്ഞ ഇങ്ങനെ ചെറുതായിട്ടുള്ള ഹോളാണ്. ഇല്ല, ധ്യാനം മാത്രം. പൂജ പിന്നെ സ്വാമി പൂജയൊക്കെ പഠിച്ചത് എവിടെ നിന്നാണമ്മ? അഗസ്ത്യാർ കൂടത്തിൽ പോയപ്പം അവിടെ ചെറിയൊരു അനുഭവം അവർക്കുണ്ടായി. അഗസ്ത്യാർ കൂടത്തില്. അപ്പൊ അവിടെ നിന്ന് അവിടുത്തെ അനുഭവം മനസ്സിലാക്കി അഗസ്ത്യാർ ഈ വൈദ്യനായിട്ട് പോയപ്പോ അഗസ്ത്യാർ ഗുരുവായിട്ടാണ്
ഈ ധ്യാനത്തിന് ഇരിക്കുന്നത്, ഗുരുവേ ശരണം. അപ്പൊ ആ അഗസ്ത്യരെ ഫോട്ടോ വെച്ചാണ് ധ്യാനം ആയിരുന്നത്. അഗസ്ത്യർ കൂടെ പോയപ്പം അവര് അഗസ്ത്യരെ ക്ഷേത്രം വെച്ച്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വാമി ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അഗസ്ത്യനെയാണ്. അതെ, ആ ഗുരുവിനെയാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. അതെ, ആരാധനയുടെ കാരണവസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഓക്കെ, അങ്ങനെ വരട്ടെ. പിന്നെ ഈ സമയത്തൊക്കെ ഈ കുടുംബപരമായിട്ട് നമുക്ക് സാമ്പത്തികം വേണമല്ലോ ജീവിക്കാൻ. സ്വാമി ഇങ്ങനെ മരത്തോമലയിലും ബോംബെ സിദ്ധാശ്രമത്തിലൊക്കെ പോകുമ്പോഴും കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തായിരുന്നു അന്ന് ഉപാധി? പശുവാണോ? അന്ന് പശുവല്ല, അന്ന് കൃഷിപ്പണി ചെയ്യും, ചുമട്ട് തൊഴിലാളി അങ്ങനെ ചെയ്യും. പിന്നെ മരങ്ങൾ മരം വെട്ടി മുറിച്ച് പ്ലാവാണെങ്കിൽ അതിനെ പലതായിട്ട് ഫർണിച്ചർ ഉണ്ടാക്കും. ഈ കാണുന്ന എല്ലാം അവരന്ന് ഫർണിച്ചർ ഉണ്ടാക്കി ആശാരി അവർ ചെയ്യൂല, കൂലിക്ക് ആള് നിർത്തി ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അന്ന് ചെയ്ത അലമാര വിൽക്കാത്തതാണ് ഇപ്പോഴൊക്കെ ഇവിടെ ഒക്കെ ഇരിക്കുന്നത്. അതിൽ ഒരു അലമാര അതാ അതിനകത്തിരിക്കുന്നു. അന്ന് കുറെ അങ്ങനെ അവിടത്തെ വീട് വലുതാണ്. അപ്പം ഒരു ആശാരി ഡെയിലി വീട്ടിൽ ഇരുത്തും. അപ്പം പല ആൾക്കാരും പണ്ടൊക്കെ നല്ല നല്ല ശില്പം ഇപ്പോഴാണ് വാങ്ങിക്കാൻ കിട്ടും, അന്ന് പണ്ട് വാങ്ങാൻ കിട്ടില്ല. അപ്പൊ അവര് ഇത് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ വാങ്ങാൻ ആള് വരും, മനസ്സിലായോ? അങ്ങനത്തെ പൈസ ഉണ്ട്. KCB ഈ കിട്ടണ പൈസ കിട്ടണ KCB കൊണ്ട് അടക്കും. പിന്നെ ബാങ്കിലിട്ടേക്കും. പിന്നെ ഒരു സൈൻബോർഡ് ഉണ്ടാക്കി, സൈൻബോർഡ് പിന്നെ ട്രയല് ഇങ്ങനെ കിട്ടണത് തുച്ഛമായിട്ട്. ഇപ്പം വയൽ വാങ്ങിച്ചപ്പോൾ കുറച്ച് പൈസയൊക്കെ ഇട്ടാണ് 16 സെന്റ് ആദ്യം വാങ്ങിച്ചത്, നിസ്സാര 1000 രൂപയ്ക്ക്. അങ്ങനെ അതേപോലെ എന്ത് സാധനം പിന്നെ കുറച്ച് പൈസ ആഭരണമായി. എന്തെങ്കിലും ഈ ക്ഷേത്രത്തിന് പണി 22 വർഷത്തിൽ കൂടുതൽ പണി ചെയ്തപ്പോൾ ഈ ക്ഷേത്രം പൂർണ്ണമായത്, ഈ കൈലാസ മഹാദേവ ക്ഷേത്രം. അപ്പൊ ഓരോ കൽവിഗ്രഹങ്ങളും വെറും വെള്ളം മണ്ണിട്ട് നിമത്തിയതാണ്. ഇവര് മണ്ണ് കൊണ്ട് ചാലുകളെടുത്ത് കിട്ടുന്ന മണ്ണിനെ കൊണ്ട് നിമത്തി വാഴ നടും, വാഴ നട്ടയ്ക്കും. എന്നിട്ട് ഒരുപാട് തെങ്ങുണ്ടായിരുന്നു. ഇതെല്ലാ തെങ്ങും മുറിച്ച് ഈ ചാലുകളിലിട്ട് വാഴത്തടകളും മണ്ണ് വിട്ട് നിമത്തി എടുത്തതാണ്, കരയാക്കിയതാണ്. ഈ റോഡ് ഇവിടുന്ന് കാണുന്ന റോഡ് മേലെ അത്രയും ഒരു ചെറിയ വരമ്പായിരുന്നു. ഇത്രയും വീതി കൂട്ടിയത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് മണ്ണ് ചുമന്ന് തട്ടി ഒരുപാട് തെങ്ങുകൾ വെട്ടി ഇടയ്ക്കിടയ്ക്ക് ചാലിലിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഭൂമി മുതല് ഭൂമി ഉണ്ടാക്കിയെടുത്ത് അവിടെ അമ്പലം വെച്ച് അല്ലേ, ഇതെല്ലാം ഒരാള് 3 തലമുറ ചെയ്ത തീരുവില്ല. സത്യം പറയണമെങ്കിൽ ഞാൻ അവർക്കൊപ്പം പോയി ഭക്ഷണമായാലും മിക്കിനെടുത്ത് കൊണ്ടുവരും. അങ്ങനെ ഇവിടെ മാടം കെട്ടി മാടത്തിൽ കിടന്നുകൊണ്ട് തിന്നും. പിന്നെ ഈ ടേൺ ദിവസമാണ് ചുമട്ട് തൊഴിലാളി, എല്ലാ ദിവസവും ഇല്ല. ഈ ഇടവേളയില് ചിലപ്പം വയലിൽ കൃഷി ചെയ്യുമ്പം ആള് കിട്ടാതെ വരുമ്പം സ്വാമി ഇന്റെ അടുത്ത് വിട്ടോണ്ട് വാ വിളിക്കുമ്പോ അങ്ങനെയും പോകും. മരം വെട്ടി വിറവ് കച്ചവടമായിട്ട് ഫർണിച്ചറായിട്ട് നല്ല നല്ല തടിയുള്ള ഫർണിച്ചർ വിറവിന് ഞാൻ തൂക്കി വിൽക്കും. വീട്ടിൽ ഇരുന്ന് ഞാൻ തയ്ക്കും. ഇങ്ങനെ ഞാനും അവരും വെറുതെ ഇരിക്കില്ല, മനസ്സിലായി? ഏത് പൈസ കിട്ടിയാലും ബീഡി പോലും കഴിക്കാത്തൊരു മനുഷ്യനാണ്. ഒരു സിഗരറ്റ് വേണ്ടാത്ത ഒരു ഇതും അവർ ചെയ്തിട്ടില്ല. അഗസ്ത്യാരം അത് ഗുരുവായിട്ടാണ് കണ്ട് അത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ജ്ഞാനത്തിൽ കിട്ടിയതാണ് ബാലന്. അതായിരിക്കുന്ന ഫോട്ടോ പഴവങ്ങാടി തിരുവനന്തപുരത്ത് ഇങ്ങനെ അതെ ബാലാലയം കൈലാസനാഥ ശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തില് ഈ രൂപത്തിലാണ്. അതാണ് സുന്ദരേശ രൂപം അല്ലേ? ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ മോൻ പഠിച്ച് മോൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. അമ്പലത്തിൽ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഹാലാസ്യ മഹാത്മ്യമാണ്. അതെ, അങ്ങനെ ഞങ്ങൾ പഠിച്ച് ജോലി ചെയ്തു, മനസ്സിലാക്കണം. മക്കളെയും പഠിപ്പിച്ച് ഇങ്ങനെയല്ല മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹമായിരുന്നു. പഠിച്ചു വന്നപ്പം അവരാഗ്രഹത്തിന് ചെലവാക്കുന്ന പണമില്ല. രണ്ടുപേരും പഠിച്ചത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അതുകൊണ്ട് അവർക്ക് ഇന്നൊരു തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ മോന് ജോലി കിട്ടിയതാണ്, തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പോറ്റി തന്നെ മുമ്പ് എന്തോ മോട്ടോർ വൈറ്റിങ്ങോ വയറിങ് ഈ വീടെല്ലാം ഇലക്ട്രിക് വർക്കൊക്കെ അറിയുന്ന ആളാണ്.
ജോലി ചെയ്ത് ജീവിക്കുന്നത് മഹത്വം തന്നെയാണ്, അതിലൊന്നും കളിയാക്കപ്പെടേണ്ട ഒന്നും തന്നെ. പിന്നെ അമ്മ, പിന്നെ ഈ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, ഇത്ര നേരം നമ്മൾ സീരിയസ് വിഷയങ്ങളാ പറഞ്ഞ. ഈ ഹാരം കെട്ടുന്നത്, ചാർത്തുന്നതിനുള്ള ഹാരം കെട്ടാനും മറ്റേ ഹാരം കെട്ടാനും അമ്മയ്ക്ക് അറിയാമോ? അങ്ങനത്തെ ഹാരം അറിഞ്ഞൂടാ. മാല ഓർക്കാനേ അറിയും. മാല ഇത് യാമപൂജയ്ക്ക് നോക്കട്ടെ, അമ്മ പുറത്തെടുത്ത് കെട്ടിയത് ഇന്നാണോ ഇത്രയും ചെയ്തത്? ഇപ്പൊ 1 മണിക്കൂറായില്ല. നോക്കിയാൽ എത്ര മുഴ ആയെന്ന് നോക്കട്ടെ. രാവിലെ മുതലേ ഞാൻ വന്നപ്പോ മുതലേ ഇവിടെ സീരിയസ് ആയിട്ട് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അമ്മയ്ക്ക് അമ്പല കാര്യങ്ങള്, പൂജ ദ്രവ്യങ്ങൾ ഒരുക്കല്, അവിടുന്ന് ഈ അതായത് നമ്പീശന്മാരുടെ പണി, ഇതൊക്കെ ജാതി പറയുന്നല്ല കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ട് അമ്മ ഭഗവത് പൂജ ചെയ്തിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഭഗവത് പൂജയാണ് അമ്മ ചെയ്യുന്നത്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അമ്മ ഇനിയും വരാം, നല്ല കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു തരണം. അമ്പലം നന്നാവട്ടെ. ഇന്നിപ്പോ ശിവരാത്രിയാണ്, വളരെ പുണ്യമായ ദിനമാണ്. ഇന്ന് എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിലും അമ്മയെ കാണാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഓക്കെ, എല്ലാ നന്മകളിലേക്കും വരട്ടെ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ആസ്തികരായ ചിലർ, നാസ്തികരായ ചിലർ, വിവിധ മതങ്ങളിൽപ്പെട്ടവർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരയുടെ ഒരു സങ്കര ഭൂമിയാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം. ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിലും ആരെയും തല കൊയ്തെടുക്കില്ല. ഇന്ന് സമൂഹം നന്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ സ്വസ്ഥമായി എന്തൊക്കെയോ കാൽപ്പനിക വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനത. ഒരു കാലത്ത് നമ്മൾ അവരെ വിമർശിച്ചു, അത് സത്യവുമാണ്. നമ്മൾ ശരി കണ്ടാൽ കൂടെ നിൽക്കും, തെറ്റു കണ്ടാൽ എതിർക്കും. ഞാൻ ഇങ്ങോട്ട് വരും വഴിക്ക് അന്നത്തെ ആ വിവാദ സമാധിയുമായി ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിച്ച സോഷ്യൽ മീഡിയകളിൽ വന്ന ചിലരെ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ അവരോട് സഹകരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് തന്ന മറുപടി, അതെ, ഞങ്ങൾ ശരിയോടൊപ്പം എപ്പോഴും ഉണ്ടാവും. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അന്ന് ആ സമാധിയെക്കുറിച്ച്, അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന് നിയമപരമായ നടപടികൾ, ആ നടപടികളിലൂടെ ഒരു കാലം, ഒരു കുടുംബം കടന്നുപോയി. അന്ന് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ആ കുടുംബം പിടിച്ചു നിന്നു എന്നുള്ളത് നിസ്സാര പ്രശ്നത്തിന് കയറെടുക്കുന്നവർക്ക് ഒരു പാഠമാണ്. നമ്മൾ അതിൽ നിന്ന് പഠിക്കണം, ഉൾക്കൊള്ളണം. ശരിയോ തെറ്റോ അത് നിയമങ്ങളും കോടതിയും നോക്കും. അത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒന്നെനിക്ക് പറയാൻ കഴിയും, ഒരു ജനതയെ, ഒരു ജീവിതത്തെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കണ്ട ഇവിടുത്തെ ഒരു മരുമോളുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എല്ലാവരും പിടിച്ചു നിന്നു എങ്കിലും ആ കുട്ടിക്ക് ഈ വിഷയങ്ങൾ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ഖേദകരമായ ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ കണ്ടു, അവരിപ്പോഴും ഇവിടെയുണ്ട്. വല്ലാത്ത മാനസികാവസ്ഥയിൽ ഒരു ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ആ കുട്ടിയുടെ ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കൂ. എല്ലാവരും നമ്മളോടൊപ്പം ജീവിച്ചിരിക്കട്ടെ. നാം കാശ് കൊടുത്തൊന്നും അവരെ സഹായിക്കുന്നില്ല എങ്കിലും ഏതെങ്കിലും രീതിയിൽ സന്തോഷത്തോടെ എവിടെയെങ്കിലും ആൾക്കാർ ജീവിക്കുന്നതും നിലനിൽക്കുന്നതും കാണാൻ ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ അന്നദാനമുണ്ട്, കഞ്ഞിസദ്യയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കറി, നിങ്ങൾക്കറിയോ ഈ കറിയെക്കുറിച്ച്? എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും ഇട്ട് തയ്യാറാക്കുന്ന, ധാരാളം വെജിറ്റബിൾസ് ഇട്ട് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക കൂട്ടാണത്. ഈ കൂട്ടും ചൂട് കഞ്ഞിയുമാണ് കഞ്ഞിസദ്യക്ക് സാധാരണ കൊടുക്കാറ്. എൻ്റെ കുട്ടിക്കാലത്ത് അയ്യപ്പക്കഞ്ഞി എന്ന് പറയും. ശബരിമല പോകുന്ന സമയത്ത് സംഘമായി ആൾക്കാർ ചേർന്ന് ഗ്രാമങ്ങളിൽ എവിടെയും ഗ്രാമവീഥികളിലും ഈ കഞ്ഞിസദ്യ നടത്താറുണ്ട്. അങ്ങനെ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്തിനെന്നറിയോ? എങ്ങും സംഘർഷമായിരുന്നല്ലോ. കുടുംബ ബന്ധങ്ങളിൽ സംഘർഷം,
സമൂഹത്തിൽ സംഘർഷം. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന 2 മക്കൾ. എല്ലാ പ്രശ്നങ്ങളിലും ആ അമ്മയെ ചേർത്ത് പിടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അവർക്കറിയാം ഈ വീഡിയോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ധാരാളം ട്രോളുകൾ വന്നിട്ടുണ്ടാവും എന്ന്, കളിയാക്കപ്പെടലുകൾ ഉണ്ടാവുമെന്ന്. പക്ഷേ ആ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. എന്താണ് കളിയാക്കൽ എന്ന് പോലും അവർ ചിന്തിക്കുന്നതേയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പത്രം വരുത്താറില്ലേ, ഇവിടെ TV ഇല്ലേ എന്ന് ചോദിച്ചു. അവിടെ പത്രം വരുത്താറില്ല, അവിടെ TV-യുമില്ല. പിന്നെ മൊബൈൽ സ്മാർട്ട് ഫോൺ ഉള്ളത് അതിലെ മൂത്ത മകൻ സനന്ദനു മാത്രമാണ്. അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കെ ധാരാളം ആൾക്കാർ ഈ കഞ്ഞിസദ്യയിൽ പങ്കെടുക്കാനെത്തി. ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് 1000 കണക്കിനൊന്നും ഇല്ല കേട്ടോ. എങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ വന്നും കഴിച്ചും പോയവർ. ഒപ്പം കൊണ്ടുവന്ന പാത്രങ്ങളിൽ അവർ നിറയെ കഞ്ഞി കൊടുത്തു. ഈ കഞ്ഞി, ചൂട് കറി ഇതൊക്കെ ചേർത്ത് കഴിച്ചപ്പോൾ വല്ലാത്തൊരു സംതൃപ്തി തോന്നി. ഒരു നേരത്തെ ആഹാരം ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുമോ നമുക്ക്? നാം കഴിക്കാൻ ഏതെങ്കിലും കടകളിൽ കയറി കഴിഞ്ഞാൽ എത്ര കാശ് കൊടുക്കണമെന്ന്? അപ്പോ ഈ സഹകരണങ്ങൾ, ഈ നന്മ നാട്ടുകാര് കാണിക്കുന്നുണ്ട് എന്നത് വലിയ സന്തോഷകരമായ ഒരു കാര്യമായി എനിക്ക് തോന്നി. അവരുടെ മുഖത്തെ ചിരി കണ്ടപ്പോ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പേ ഇവിടെ നടന്ന ആ ഒരു വലിയ റവല്യൂഷൻ മാതിരിയുള്ള ഒരു ഇൻസിഡന്റ് ഞാൻ ഓർത്തുപോയി. അന്നിവിടെ വലിയ തിരക്കായിരുന്നു. കുടുംബം പറയുന്നു സമാധി എന്ന്, ജനങ്ങൾ പറയുന്നു അല്ല എന്ന്. അങ്ങനെ നമ്മുടെ കളക്ടർ പോലും നമ്മുടെ പ്രിയപ്പെട്ടവനായി മാറിയത്, കളക്ടറെ നമ്മൾ വളരെയധികം സ്നേഹിച്ചത്, ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചത് ഇവിടെയുള്ള സംഭവത്തിന്റെ ബുദ്ധിപൂർവമായ സമയോചിതമായ ഇടപെടലും നയപരമായ മുന്നോട്ട് ആ കേസിനെ നയിച്ച കാര്യങ്ങളുമൊക്കെയാണ്. ആർക്കും ഒരു ഹാനിയും വരാതെ. ഈ കുടുംബം ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആത്മഹുതി ചെയ്യും എന്നൊക്കെ. പക്ഷേ അതൊന്നും വരുത്താതെ ആ കാര്യത്തെ കൈകാര്യം ചെയ്ത നമ്മുടെ സബ് കളക്ടറിന് ബിഗ് സല്യൂട്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ പറയും ഞാനിത് പ്രൊമോഷൻ ചെയ്യുന്നതാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഞാൻ അവരുടെ കാശൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ആർക്കും കാശ് തരാനുള്ള നിവൃത്തി അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. എനിക്ക് കിട്ടിയത് ഈ ഒരു പാത്രം നിറയെ കഞ്ഞിയാണ്. എനിക്കത് വളരെ പ്രിയമായിട്ട് തോന്നി. കാരണം അങ്ങനെ ഒരു ആഹാരം ഞാൻ കഴിക്കുന്നതിലൂടെ ഞാൻ അന്നത്തിലൂടെ വിശ്വസിക്കുന്ന, അന്നപ്രമാണങ്ങളിലൂടെ കാണുന്ന എൻ്റെ ഈശ്വരനെ തിരിച്ചറിയുകയാണ്. ശിലയിലും അമ്പലങ്ങളിലും പള്ളികളിൽ നിന്നും മാറി എൻ്റെ ഈശ്വരൻ വിശപ്പിൽ ജീവിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ദീർഘമായ മണലാരണ്യ ജീവിതത്തിന് ശേഷം ഞാൻ ഇവിടെ വരുന്നതും ഈ സമൂഹങ്ങളിലൂടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലേക്ക് സ്വമേധയ ഇറങ്ങിച്ചെല്ലുന്നതും. വിമർശനങ്ങൾ ഉണ്ടാവാം, ആയിക്കോട്ടെ. പക്ഷേ സാഫ്രോൺ എന്ന ചാനലിനെ സ്നേഹിക്കുന്നവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ കഞ്ഞി ഇവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓർത്തുപോയി. ഇത്തരം രുചികരമായിട്ടുള്ള ആഹാര സാധനങ്ങളെ എന്നും മോഹിച്ച എൻ്റെ മനസ്സിന് ഇത് സമ്പന്നതയുടെ ഒരു പൂക്കാലമായി തോന്നി. കാഴ്ചാ വസന്തങ്ങളിലൂടെ കൗതുകങ്ങൾ ഒരുക്കുന്ന ജീവിതത്തെ ഞാൻ പരിചയപ്പെട്ടു. പേര് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നുള്ള ആളാണ്? ഈ ഒരു ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇത് പാചകം ചെയ്തത്. എല്ലായിടത്തും കാണാം, ഓരോ ആഘോഷവേളകളിൽ 100 കണക്കിന് ആൾക്കാർ സഹകരിക്കുന്നുണ്ടാവും. ഇവിടെ ഞാനിങ്ങനെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് സംസാരിച്ചു, ഞാനൊരു ദേഹണ്ണക്കാരനാണ്, നല്ല പാചകം എനിക്കറിയാമെന്ന്. ആറാലും മൂടുന്ന സ്ഥലത്തുള്ളതാണ്. സത്യമായിരുന്നു കേട്ടോ. ആ കഞ്ഞിക്കും കറിക്കും വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പം ഈ സരി പൂരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യണതാണ്. ഞങ്ങളെ വേണ്ടി ഞങ്ങൾ എപ്പോഴും കാണുന്നവരാണ്. ഞങ്ങൾ ഇന്ന് വരാൻ വേണ്ടാത്തത് വന്നിട്ടില്ല. ഇങ്ങമാകാശമധ്യായം തിങ്ങിന തട്യാകേൾക്കിൽ അങ്കനാഥനാദിൽ സംഘകീനത് വന്ന് ഭംഗമില്ലാതെ മോശം മംഗളം ലഭിക്കുമേ. ഇങ്ങനെ 3-ാമത് അധ്യായം
ചൊല്ലിടിനേ. ദേശാടന കിളികൾ ചിലയ്ക്കുന്ന ഒരു നാഗഗന്ധി മരം ഇവിടെ മൊട്ടിട്ട് തളിരണിയുന്നു. ഒരു പൂക്കാലം വരവിനെ അറിയിക്കുന്നു. മേഘങ്ങൾ വന്നിട്ട് അമർത്തുവത്തൊമ്പതിലത് വൃഷ്ടിയായിട്ട് പിന്നെ അത്ഭുതങ്ങളായ സിദ്ധദൈവങ്ങളെ എത്രയും വിസ്തരിച്ച് കാട്ടിന ലക്ഷണം ശിലാകടം പറ്റി ഞാനൊരു അസ്ട്രോളജറാണ്. ശിവയോഗ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. തിരുപ്പള്ളി മീന പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറാണ്. എന്നിട്ട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന്. ഏത് പഞ്ചായത്തിൽ? മീനട ഗ്രാമപഞ്ചായത്ത്, മീനട പുതുപ്പള്ളി നിയോജകമണ്ഡലം മീനട ഗ്രാമം. സാറിന്റെ പേര്? പ്രസാദ് നാരായണൻ. പ്രസാദ് നാരായണൻ. ഞാൻ ശിവയോഗിയാണ്. ജ്യോതിഷം വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതെ 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 കാണാറുണ്ട്. മുപ്പതിൽ പാണ്ഡ്യസേനാപതികളെ അറിയുന്ന വിവാദങ്ങളൊക്കെ അനവധി ഉണ്ടെങ്കിൽ പോലും എല്ലാം വിവാദത്തിലൂടെയാണല്ലോ. വാൽമീകി എല്ലാവർക്കും കാട്ടാളനല്ല. അല്ല, അല്ലല്ല. രത്നാകരൻ വാൽമീകി ആയപ്പോ എല്ലാവരും അംഗീകരിക്കണം. തീർച്ചയായിട്ടും അംഗീകരിക്കും. അത് പതുക്കെ സാധിക്കുമല്ലോ, പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. സാധാരണ മനുഷ്യന് ഇങ്ങനെ സാധ്യമാവും. അത് അനവധി ജന്മങ്ങൾ എടുത്താണല്ലോ, ഒരു ജന്മം കൊണ്ട് ആകുന്നില്ലല്ലോ. പടി ആറും കടന്ന് ചെന്നാലേ ഭഗവാനെ കാണാൻ പറ്റൂ. സ്വാമിയുടെ അടുത്ത ജന്മം തുടർന്നാണോ എവിടെയോ? തീർച്ചയായിട്ടും നമുക്കറിയില്ല. അതൊക്കെ ഒരു ജന്മഭാഗ്യം. ഇതൊക്കെ അജീവിതം. അമ്പത്തിനാലിൽ തസ്മോപദേശം ചെയ്ത് പിന്നീട് നിശ്ചയിച്ചു പ്രബന്ധതാരതമ്യം ചെന്നത് 56 ഉത്തരകാലാസ്യത്തിൽ വൈകർത്തകഞ്ഞിലെ വേട്ടിത് 57 ശ്രീപാദുരേശകദീശയ. ഇല്ല, നമുക്ക് മാറിയാല് ബൈറ്റ് തരാൻ പറ്റും. അതാണ് വിചാരിക്കും. ഇല്ല പുറത്തിറങ്ങി മുക്തയോടും തുന്നരേഖകൾ കേട്ടതിന്ന കൗതുകമുണ്ടാകും ഗ്രമത്ത സംശയിച്ചല്ല സമസ്ത പാപങ്ങളും നശിക്കും കവികൾ. ആത്യന്തഹീനം വിഷ്ണു ബ്രഹ്മദേവന്മാരാൽ വേദനല്ലാതെയുള്ള മുണ്ട് ഉടുക്കില്ലാന്ന് വിഷമിക്കണം. ഞാൻ പോറ്റി ഈ ഉടുക്കാൻ കൊടുത്ത് എനിക്ക് ഇഷ്ടം പോലെ തുണികളൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഭഗവാന്റെ ഇപ്പൊ എല്ലാ ഐശ്വര്യമായിരിക്കും. ഇപ്പൊ എല്ലാ ഐശ്വര്യമായല്ലോ. ഭഗവാൻ ഉണ്ട്, ഭഗവാൻ ഉണ്ട്. എന്തൊരു തേജസ് ശില്പം.
വിഗ്രഹം ആ ബാലാലയമാണ്. എല്ലാവരുടെയും പറഞ്ഞ് വിശ്വസിക്കില്ല. ഇത് ഇപ്പം പാടിയണ്ട സുന്ദരേശ രൂപമാണ്. രൂപമാണ് പാടിയണ്ട. ഞങ്ങൾ മൊത്തം ഹാലാസ്യം മാഹാത്മ്യം വായിച്ച് പഠിച്ച് അച്ഛനും മക്കളും ഞങ്ങളെല്ലാം. അതാണ് എത്ര വിശ്വാസം ഞങ്ങൾക്ക്. സംസാരിക്കാൻ ഞാൻ എനിക്ക് പോയിട്ടുണ്ട്. കാപ്പി കുടിച്ചാ കുടിച്ചിട്ടാണ് വന്നത്. വെള്ളം വേണം. ഇപ്പൊ വേണ്ട, ഞാൻ പോകുന്നു. ചാനൽ ചർച്ചയ്ക്കും പിന്നെ ഇവിടെയും ഉള്ള അധിക്ഷേപമൊക്കെ പറഞ്ഞ അയാളെ ഇന്നിവിടെ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പോയി. ആ ഫോട്ടോ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നെ കണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു അമ്പലം അവര് എന്ന് ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമേ അല്ല. അന്ന് നമ്മളൊരു സംശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അമ്പലത്തിനോട് അവരോട് ഞങ്ങൾക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞു അത് ഈ അമ്പലത്തിന്റെ നടയിൽ വന്നിരുന്നു പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇപ്പൊ പോയിട്ട് വരാമെന്ന്. അമ്മ എന്റെ വീടൊപ്പം തൊട്ടടുത്താണ്. മുമ്പ് വരാറുണ്ട്. ഞങ്ങൾ അല്ല ഞാൻ കേട്ടത് കൈലാസനാഥൻ അപ്പുറത്താണ് വെച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് സ്വാമിയോട് കേൾക്കുകയും ചെയ്തു. സ്വാമി നമ്മളെ കൈലാസനാഥന് എന്തരാണ് നമുക്ക് അത് ഉണ്ട് എന്ന് പറഞ്ഞു. അതാണ് അല്ല ഇപ്പൊ നമുക്ക് കണ്ടപ്പോഴാ മനസ്സിലാവണേ ആ രൂപത്തിന്റെ ഒരു തേജസ്. പറഞ്ഞാൽ മനസ്സിലാവില്ല, വന്ന് കാണുന്നു. അവരുണ്ട് കൂടെ. നമ്മള് ആദ്യമേ ഈ അവിടെ ഇരുന്നപ്പോ പിന്നെ ഈ കോവിൽ വെച്ചപ്പോ അതിനുശേഷമാണ് ഇവിടെ ഈ കോവിലൊക്കെ വെച്ച്. ഉടങ്ങാതെ പൈസ വരും. അതൊക്കെ നമ്മളെ പാവാ ശരീരസ്വം തന്നാ മതി. വേറെ അത്ര മാത്രമേ. നമുക്ക് ചുറ്റും വാർത്തകളിൽ നിറയുന്നവരെ, കാഴ്ചകളും കൗതുകങ്ങളുമായി മാറുന്നവരെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാഫ്രോൺ എന്നും ജാഗരൂകനായിരിക്കും. വളരെയധികം സ്നേഹത്തോടെ നന്മകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് സാഫ്രോൺ മീഡിയ.